വളരെയധികം സന്തോഷമുണ്ട് ഇത്ര മനോഹരമായിട്ട് നവയുഗ വള്ളിക്കുന്ന് എന്നൊരാശയം മുന്നോട്ട് വെച്ച് ആദരണീയനായ MLA അധ്യക്ഷതയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വികസന കാഴ്ചപ്പാടിൻ്റെ ഒരു ലോഞ്ചിങ് പാടായിട്ട് ഇങ്ങനെയൊരു സെമിനാർ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഇവിടെ എത്തിച്ചേരുവാനും കുറച്ച് സമയം ഇതിൻ്റെ ഒരു ഭാഗമാകുവാനും സാധിക്കുന്നത് വ്യക്തിപരമായിട്ട് തന്നെ ഒരു സന്തോഷമായിട്ടും അഭിമാനമായിട്ടുമാണ് കാണുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് പ്രകാശിപ്പിക്കുവാൻ പോകുന്ന വള്ളിക്കുന്ന് വികസന കാഴ്ചപ്പാടിൻ്റെ ഒരു മാർഗരേഖയൊക്കെ നോക്കുമ്പോൾ വളരെ സമഗ്രമായിട്ട് തന്നെ എല്ലാ മേഖലകളും വികസനത്തിൻ്റെ 15ഓളം സെക്ടറുകളായിട്ട് തിരിച്ച് മുഴുവൻ മേഖലയെയും സ്പർശിക്കുന്ന നമ്മുടെ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ പെടുന്ന 6 ഗ്രാമപഞ്ചായത്തുകളെയും ആ മുഴുവൻ പ്രദേശങ്ങളെയും സമഗ്രമായിട്ട് വികസിപ്പിച്ചെടുക്കാൻ ഉതകുന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണ് വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യമേ തന്നെ ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അമരക്കാരനായ ആദരണീയനായ MLA ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം വളരെയധികം സാധ്യതകളുള്ള, ഞാൻ തിരൂർ സബ് കളക്ടറായിട്ട് 2 വർഷമായി, നമ്മുടെ പ്രവർത്തന മേഖലയിൽ വരുന്ന ഒരു നിയോജക മണ്ഡലമാണ് വള്ളിക്കുന്ന്. സോ ഇത്രയധികം വികസന സാധ്യതകളുള്ളൊരു പ്രദേശം കേരളത്തിൽ തന്നെ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇപ്പം ഞാൻ ചങ്ങനാശ്ശേരിക്കാരനാണ്. ഇപ്പോൾ നമുക്കൊരു എയർപോർട്ട് കാണണമെങ്കിൽ 2 ജില്ല കഴിഞ്ഞ് തിരുവനന്തപുരം പോകണം, അല്ലെങ്കിൽ വടക്കോട്ട് 2 ജില്ല കഴിഞ്ഞ് എറണാകുളത്ത് കൊച്ചിയിലെത്തണം. പക്ഷേ ഇവിടെ പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞാൽ എയർപോർട്ടാണ്, കരിപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അതേപോലെ കേരളത്തിലെ ഏറ്റവും വലിയ സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല, 600-ൽ പരം കോളേജുകളും മറ്റ് വിവിധ റിസർച്ച് സംവിധാനങ്ങളും ഒക്കെയുള്ളൊരു സർവകലാശാല തീർച്ചയായിട്ടും ഇത്ര സമീപത്ത് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതേപോലെ ട്രാൻസ്പോർട്ടിലും നമുക്കറിയാം NH-66 വഴി ഇപ്പം ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ തിരൂരിൽ നിന്ന് വള്ളിക്കുന്നെത്തുന്ന രീതിയിൽ വളരെ മനോഹരമായ നാഷണൽ ഹൈവേ കണക്ടിവിറ്റി ഉള്ള വളരെ ചുരുക്കം, ഇന്ത്യയിലെ തന്നെ വളരെ ചുരുക്കം പ്രദേശങ്ങളിലൊന്നാണ് വള്ളിക്കുന്നെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ വളരെയധികം ജൈവ വൈവിധ്യമുള്ള ടൂറിസം സാധ്യതകളുള്ള, നമുക്ക് ബജറ്റിൽ പ്രഖ്യാപിച്ച മിഷൻ സമുദ്ര പോലെയുള്ള ബ്ലൂ എക്കണോമി സാധ്യതകൾ വളരെയധികം വികസിപ്പിക്കാൻ സാധിക്കുന്ന, അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും വലിയ പൊട്ടൻഷ്യലുള്ള ഒരു പ്രദേശമാണ് നമ്മുടേത്. അതിലും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത്, ഞാൻ ഇതിനു മുമ്പ് ഈ ഓഡിറ്റോറിയത്തിൽ വരുന്നത് ആദരണീയനായ MLA തന്നെ സംഘടിപ്പിച്ച നമ്മുടെ +2 കോളേജ് തലങ്ങളിലൊക്കെ വിജയികളായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു അനുമോദന യോഗത്തിലാണ്. ഈ ഓഡിറ്റോറിയം തിങ്ങി നിറയുന്ന രീതിയിൽ, താഴെയും മുകളിലും 2 തലങ്ങളിൽ കുട്ടികൾ തിങ്ങി നിറയുന്ന രീതിയിൽ വലിയ പൊട്ടൻഷ്യലുള്ള വലിയ വിജയങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാർത്ഥികളോട് മത്സരിച്ച് വിജയിച്ച അത്രയധികം കുട്ടികൾ നമ്മുടെ മണ്ഡലങ്ങളിൽ ഓരോ വർഷവും ഈ വർഷം 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 വിജയിച്ച കുട്ടികളെ മാത്രമാണ് നമ്മൾ ആദരിക്കുന്നത്. അങ്ങനെ നമ്മൾ കണക്കുകൾ നോക്കിയാലും സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാലും കേരളത്തിൽ തന്നെ ഏറ്റവും ചെറുപ്പമായിട്ടുള്ള പ്രദേശങ്ങളിലൊന്നാണ്, ഏറ്റവും അധികം യുവജനങ്ങളുള്ള വിദ്യാർത്ഥികളുള്ള ഒരു പ്രദേശം കൂടിയാണ് നമ്മുടേത്. സോ നമ്മുടെ വികസന കാഴ്ചപ്പാടിലും ഞാനത് പ്രത്യേകം നോട്ട് ചെയ്തൊരു സംഗതിയാണ്. ആ രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ, വ്യവസായ മേഖലയിൽ, ഓൺട്രപ്രണർഷിപ്പ്, നമ്മുടെ കുട്ടികൾക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള പ്രോത്സാഹനം നൽകുന്നതിലൊക്കെയും വളരെ മനോഹരമായ ഒരു കാഴ്ചപ്പാട് തന്നെ ഇവിടെ വികസിച്ച് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആദരണീയനായ അദ്ദേഹം സർവകലാശാലയുടെ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞു. ഞാൻ മദ്രാസ് IIT-യിലാണ് BTech ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അന്ന് ഒരു 10 വർഷത്തോളം മുമ്പ് മദ്രാസ് IIT-യിൽ പഠിക്കുമ്പോൾ തന്നെ മദ്രാസ് IIT-യുടെ അഭിമാനമെന്ന് പറയാവുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്ന അവിടുത്തെ റിസർച്ച് പാർക്കാണ്. ഈ റിസർച്ച് പാർക്ക് എന്ന് പറയുന്നത് അവിടുത്തെ വിദ്യാർത്ഥികൾ മാത്രമല്ല, സംരംഭക മേഖലയിൽ താല്പര്യമുള്ള, അക്കാഡമിക്കലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സ് ആരംഭിക്കാൻ താല്പര്യമുള്ള IIT വിദ്യാർത്ഥികളാകട്ടെ, പുറത്തു നിന്ന് മറ്റ് കോളേജുകളിലുള്ള വിദ്യാർത്ഥികളാകട്ടെ, അവർക്ക് അതിനാവശ്യമായ കൃത്യമായ ഒരു സപ്പോർട്ട്, ഒരു ഇൻക്യുബേഷൻ സ്പേസ് ആകട്ടെ, IIT-യിൽ ഉൾപ്പെടെയുള്ള പ്രൊഫസേഴ്സിൻ്റെ മെൻറ്റർഷിപ്പ് ആകട്ടെ, അവർക്ക് സീഡ് ഫണ്ടുകൾ പോലെയുള്ള കൃത്യമായിട്ടുള്ള ഫണ്ടിങ് ലിങ്കേജുകളാകട്ടെ, അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു റിസർച്ച് പാർക്ക് അന്ന് തന്നെ മദ്രാസ് IIT-യിലുണ്ട്. അതിൻ്റെ സാധ്യതകൾ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ അറിയേണ്ടത്, ഇന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന യൂണിക്കോണുകൾ നമ്മൾ പറയും, 1 മില്യണിൽ കൂടുതൽ വാല്യുവേഷനുള്ള കമ്പനികൾ, $1 മില്യൺ കൂടുതൽ വാല്യുവേഷനുള്ള. സോ അങ്ങനെ യൂണിക്കോണുകളായിട്ടുള്ള പെർപ്ലക്സിറ്റി AI, എയ്തർ എനർജി, ഈ സ്കൂട്ടർ മേഖലയിലുള്ള എയ്തർ എനർജി, അതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ കോളേജ് വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ ഇൻക്യുബേറ്റ് ചെയ്യാനും വളർത്തിയെടുക്കുവാനും ഇങ്ങനെയൊരു റിസർച്ച് പാർക്ക് ഉള്ളതുകൊണ്ട് വളർന്നു വന്ന സ്റ്റാർട്ടപ്പുകളാണ്. സോ അത്തരം അനേകം സാധ്യതകൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രദേശങ്ങളിലും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പം മലപ്പുറത്ത് അരീക്കോട് അടിസ്ഥാനമാക്കിയുള്ള ഇൻ്റർവെൽ എന്നൊരു സ്റ്റാർട്ടപ്പിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഒരു യൂണിക്കോൺ എന്നുള്ള നിലയിൽ വളർന്നു വരുന്നൊരു സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ അരീക്കോടുള്ള കുറച്ച്
വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്യാമെങ്കിൽ റോബോട്ടിക്സിൽ, AI-ൽ, റോക്കറ്റ് ടെക്നോളജിയിൽ പോലും കേരളത്തിലെ വിദ്യാർത്ഥികൾ സ്റ്റാർട്ടപ്പുകൾ ലോഞ്ച് ചെയ്ത് വളർത്തിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ തീർച്ചയായിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലെയുള്ള അക്കാഡമിക് സ്ഥാപനങ്ങളോടും സർക്കാരിൻ്റെ വിവിധ പ്രവർത്തനങ്ങളോടുമൊക്കെ ചേർന്ന് പോയാൽ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ ബ്ലൂ എക്കണമിയെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അല്ലേ. വളരെയധികം കടലോര മേഖലകളിലുള്ള പരമ്പരാഗത അറിവുകളും സ്കില്ലുകളും ധാരാളമുള്ള ഒരു മത്സ്യത്തൊഴിലാളികളൊക്കെ ജീവിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മുടേത്. അതിനെ കൂടി ആധുനികവൽക്കരിച്ച് ഈ തവണത്തെ ബജറ്റിൽ ഏറ്റവും പ്രതീക്ഷാജനകമായിട്ട് ഞാൻ കാണുന്നൊരു സംഗതിയും അതാണ്. മറൈൻ പാർക്കുകളും ബ്ലൂ എക്കണമി എന്നുള്ള രീതിയിൽ ഓരോ ഫിഷിംഗ് ഹാർബറിനോടും ഫിഷിംഗ് ഹബിനോടും ചേർന്ന് അതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് നമ്മൾ പറയും. കേവലം മത്സ്യം എന്നുള്ളൊരു റോ മെറ്റീരിയലിനപ്പുറം അതിനെ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യുവാനും അല്ലേ, ഇത്രയധികം കടലോര സാധ്യതകളുള്ള ഒരു തുറമുഖ സാധ്യതകളുള്ള എയർപോർട്ടിനോട് ഇത്രയും പ്രോക്സിമിറ്റി ഉള്ളൊരു പ്രദേശം എന്നുള്ള നിലയിൽ ഒരു ബ്ലൂ എക്കണമി വലിയ രീതിയിൽ വളർത്തിയെടുക്കാൻ നിസ്സംശയം നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജൈവ വൈവിധ്യവും അതേ രീതിയിലാണ്. അത് എനിക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണത്. കമ്മ്യൂണിറ്റി പങ്കാളിത്തത്തോടു കൂടി ഏറ്റവും മനോഹരമായിട്ടൊരു കൺസർവേഷൻ റിസർവ് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് പ്രത്യേകിച്ച് വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത്. അവിടുത്തെ കണ്ടൽക്കാടുകൾ ജനങ്ങളാണ് സംരക്ഷിക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റി റിസർവ് എന്നുള്ള രീതിയിൽ ജനങ്ങളാണ് സംരക്ഷിക്കുന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പം സമീപകാലത്തൊരു റിസർവ് ഫോറസ്റ്റ് ഒക്കെ പ്രഖ്യാപിക്കുന്നതിൻ്റെ പല ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സെറ്റിൽമെൻറ്റ് ഓഫീസർ എന്നുള്ള നിലയിൽ അല്ലെ ഇത്ര മനോഹരമായിട്ട് ഒരു കമ്മ്യൂണിറ്റി റിസർവ് ജനങ്ങൾ തന്നെ സംരക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യത്തിൽ പുതിയൊരു റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപനം അവിടെ ആവശ്യമില്ല എന്നൊരു റെക്കമെൻഡേഷനാണ് ഞാൻ സബ് കളക്ടർ എന്നുള്ള നിലയിൽ 2 ആഴ്ച മുമ്പ് കൊടുത്തിരുന്നത്. അതിൻ്റെ ഒരു ഗ്രാമപഞ്ചായത്തിലൊക്കെ ലഭിച്ചിട്ടുണ്ടാകും. അതിൻ്റെ മുന്നോട്ടുള്ള തീരുമാനങ്ങൾ തീർച്ചയായിട്ടും സർക്കാർ തലത്തിലാണ് വരേണ്ടത്. സോ ആ രീതിയിൽ തീർച്ചയായിട്ടും ജൈവ വൈവിധ്യവും വളരെയധികം എക്കണോമിക് സാധ്യതകളുള്ള ഒരു സംഗതിയാണെന്ന് തീർച്ചയായിട്ടും അക്കാഡമിക്കായിട്ടുള്ള വ്യക്തികൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയുവാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആരോഗ്യപ്പച്ച എന്നൊരു ചെടിയുണ്ട് അല്ലെ, നമ്മൾ കാട്ടുചെടിയായിട്ട് വളർന്നിരുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അതിൽ നിന്നും മെഡിക്കൽ മേഖലയിൽ വലിയ വിപണന സാധ്യതകളുള്ള വലിയ റവല്യൂഷണറി സാധ്യതകളുള്ള ഒരു എക്സ്ട്രാക്റ്റ് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നൊരു കണ്ടുപിടുത്തം നമ്മുടെ തന്നെ ഒരു സർവകലാശാലയിൽ നിന്ന് വന്നതിന് ശേഷം അല്ലെ, ആ ഒരു റോയൽറ്റി തന്നെ വലിയ ലക്ഷങ്ങളും കോടികളും വരുന്ന രീതിയിൽ അതിനൊരു സാധ്യതകൾ വരുന്നത് നമ്മൾ കാണുകയുണ്ടായി. അതേ രീതിയിൽ ഇപ്പം വള്ളിക്കുന്ന് പഞ്ചായത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ പോലെയുള്ള സംഗതികൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നൊരു പഞ്ചായത്താണ്. സോ ആ രീതിയിൽ നമ്മുടെ ജൈവ വൈവിധ്യം കാർബൺ ക്രെഡിറ്റുകളായിട്ടാകട്ടെ, ഇതേ രീതിയിലുള്ള ബയോഡൈവേഴ്സിറ്റി പ്രൊജക്റ്റുകളായിട്ടാകട്ടെ, പാറ്റൻറ്റുകളായിട്ടാകട്ടെ, ആ രീതിയിൽ വളർത്തിയെടുക്കുവാനും തീർച്ചയായിട്ടും ഇത്രയധികം യുവജനങ്ങളുള്ള വിദ്യാഭ്യാസപരമായിട്ട് ഏറെ മുന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളും യുവജനങ്ങളുമുള്ള ഒരു പ്രദേശമെന്നുള്ള നിലയിൽ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ വളരെയധികം ദീർഘിപ്പിക്കുന്നില്ല. ആദരണീയനായ മന്ത്രി ഉൾപ്പെടെ സംസാരിക്കാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഈ ഒരു മനോഹരമായ സംരംഭത്തിന്, ഈ ഒരു വികസന കാഴ്ചപ്പാട് വരുന്ന വർഷങ്ങളിൽ നമ്മുടെ പ്രദേശത്ത് ഇത്രയധികം സാധ്യതകളുള്ള അല്ല, ഇത്രയധികം കണക്ടിവിറ്റിയിലും ഡെമോഗ്രഫിയിലുമൊക്കെ ഇത്രയധികം സാധ്യതകളുള്ള ഒരു പ്രദേശമെന്നുള്ള നിലയിൽ നമ്മളെ സമൂലമായിട്ട് പരിഷ്കരിക്കുന്ന, സമഗ്രമായിട്ട് വികസിക്കുന്ന, നമ്മുടെ യുവാക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലേക്ക് നമ്മുടെ നാട് വളരുന്ന ഒരു വികസന യാത്രയുടെ തുടക്കമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും ഒരിക്കൽ കൂടി ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനങ്ങളും മംഗളാശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.